നമസ്കാരം. സാമൂഹ്യ പാഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിറകണിഞ്ഞ മനുഷ്യശരീരവും അത്ഭുത സിദ്ധികളുമുള്ള സ്വർഗത്തിലെ സുന്ദരികളായ മാലാഖമാരെ പറ്റി നാം കഥകളിൽ ധാരാളം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ മാലാഖമാർക്ക് പകരക്കാരായി ഏതു പ്രതിസന്ധിയിലും ചിരിക്കുന്ന മുഖത്തോടെ, ആത്മവിശ്വാസത്തോടെ, ഉറവ പറ്റാത്ത സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളായി ഒരു കൂട്ടം മാലാഖമാർ ഈ ഭൂമിയിലുമുണ്ട്. രാവും പകലും വിശ്രമമില്ലാതെ തങ്ങളുടെ ആരോഗ്യവും ജീവനും പണയം വെച്ച് പരിചരണം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ, നേഴ്സുമാർ എന്ന ആതുര സേവകർ. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി നമ്മൾ ആചരിച്ചു. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പാഠത്തിൽ നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ആശയങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് റിട്ടയർഡ് നേഴ്സിംഗ് ട്യൂട്ടറായ ശ്രീമതി സുശീല കുമാരി കെയാണ്. നമുക്ക് മാഡത്തിനെ ഏറ്റവും അധികം സ്നേഹത്തോടെ സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുകയാണ്. നേഴ്സസ് ഡേയുടെ ആവിർഭാവം എങ്ങനെയാണെന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. നേഴ്സസ് ഡേ ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത് 1974 1853 ക്രിമിയൻ യുദ്ധത്തിൽ ഇറ്റലിയിൽ ജനിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന മാലാഖ വിളക്കേന്തി പട്ടാളക്കാരെ രാത്രി മുഴുവനും നടന്ന് അവരുടെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി ഡ്രസ്സിങ് ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും മരുന്നും എത്തിക്കുകയും അങ്ങനെ ഈ ലോകം മൊത്തം നേഴ്സിങ്ങിൻ്റെ ഒരു ആവിർഭാവത്തിന് കാരണമാവുകയും ചെയ്തു. ആധുനിക നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമാണ് നേഴ്സസ് ഡേ ആയി ലോകത്തുള്ള എല്ലാ നേഴ്സുമാരും എല്ലാ ആതുരാലയങ്ങളും ആചരിച്ചു വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ക്രിമിയൻ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് നമുക്ക് ആ യുദ്ധം തൊട്ട് 2019 വരെ നമുക്കറിയാം നേഴ്സുമാരുടെ പങ്ക് വളരെ നിസ്തുലമായ സേവനമാണ് നൽകിയത്. അതുകൊണ്ടാവണോ അവരെ നമ്മുടെ ആതുര ശുശ്രൂഷയുടെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലുള്ളവരെ ആ മാലാഖമാർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആ മാലാഖമാർ തന്നെയാണവർ. നമ്മുടെ ഓരോ രാജ്യവും വളരണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നന്നാവണം. 1 പട്ടാളക്കാർ, 2 പോലീസുകാർ, 3 ആ രാജ്യത്തിൻ്റെ ആരോഗ്യം ഇന്നും നേഴ്സുമാരുടെ കൈകളിലൂടെ ആണ് നടപ്പാവുന്നത്. ഡോക്ടേഴ്സ്, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാവരും വേണം, ഒരു ടീം വർക്ക് വേണം ഹോസ്പിറ്റലിൽ. എങ്കിലും നേഴ്സുമാർ അവയിലെല്ലാം വ്യത്യസ്തമാണ്. നേഴ്സിംഗ് മേഖല എന്ന് പറയുമ്പോൾ അത് സാധാരണ കാണാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു നേഴ്സ് ജനനം മുതൽ മരണം വരെയുള്ള ഓരോ മനുഷ്യൻ്റെയും ആ അവസ്ഥാന്തരം കണ്ട് അവരുടെ ജോലിയിൽ എത്ര ഇഷ്ടമില്ലാതെ വന്നാലും ആ ജോലി പഠിക്കാൻ വരുന്ന ഒരു കുട്ടി അവരത് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ അവരുടെ മാനസിക നില മാറുന്നു. പിന്നെ അവരൊരു ഫുൾ നേഴ്സായി മാറുന്നു. അവരൊരു ഭാവിയിലൊരു മാലാഖയായി തന്നെ പ്രവർത്തിക്കും. മാഡം പറഞ്ഞു കുട്ടികൾ ഈ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഡ്യൂട്ടി ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുമെന്ന്. അതെ. അപ്പം മാഡം ഒരു ട്യൂട്ടറായിട്ട് ജോലി ചെയ്തു വരുന്ന അതിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന കുട്ടികളായിരിക്കും. അവർക്ക് ചിലവർക്ക് സ്വയമേ താല്പര്യം ഉള്ളവർ കാണാം, ചിലവർക്ക് ജസ്റ്റ് ഫോർ എ ജോബ് എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ 2 രീതികളുള്ള കുട്ടികളെ എങ്ങനെ ഒരു ഏറ്റവും അധികം ക്ഷമ വേണ്ടുന്ന ഒരു ജോലിയിലേക്ക്, അതായത് അവരുടെ ആ കൗമാര കാലഘട്ടത്തിൻ്റെ ഒരു +2 ലെവലിലെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ലെവലാണ്, എങ്ങനെ അവരെ നമ്മളത് മോൾഡ് ചെയ്ത് ഒരു നല്ല ഒരു ആരോഗ്യ പ്രവർത്തകയാക്കി മാറ്റുന്നത്? നമ്മൾ ആദ്യം കോൾ ഫോർ ചെയ്യും. അത് മെറിറ്റ് അനുസരിച്ച് ഒരു ഡിഫറൻസും ഇല്ലാത്ത രീതിയിൽ മെറിറ്റുള്ള കുട്ടികൾക്ക് മാത്രമേ ഗവൺമെൻറ്റിൽ അഡ്മിഷനുള്ളൂ. അവിടെ വേറെ ഒരു പരിപാടികളും നടക്കില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മെറിറ്റിൽ 99% മാർക്കുള്ള കുട്ടികളാണ് വരുന്നത്. നിസ്സാരമായിട്ട് ഒന്നും താഴെ നിലവാരത്തിലുള്ള കുട്ടികളല്ല നേഴ്സിങ്ങിന് വരുന്ന ഗവൺമെൻറ് ലെവലിൽ. അവർ വന്നു കഴിഞ്ഞാൽ
അവരാ പഠിച്ച് +2 വരെ ഇപ്പോൾ പഠിക്കുന്നത് പഴയ കാലം പോലെ അല്ല. കുട്ടികളെല്ലാം ഇപ്പം ഒത്തിരി ഫോർവേഡാണ്. അവർ ജനിച്ച് വളരുമ്പം തന്നെ കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം കണ്ടാണ് വളരുന്നത്. അപ്പോൾ ആ കുട്ടികൾ അങ്ങനൊരു ലോകത്തുനിന്ന് നേഴ്സിങ്ങിൻ്റെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പം ആദ്യം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചില കുട്ടികൾക്ക്, എല്ലാ കുട്ടികളുമില്ല. ആ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ കൂടുതൽ ഉപദേശങ്ങൾ കൊടുത്തും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ അടുത്ത് പറയും, ഇന്ന രീതിയിൽ നിങ്ങൾ പെരുമാറി, ഇന്ന രീതി നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല നിലവാരത്തിൽ തന്നെ ഇവിടുന്ന് പാസ് ഔട്ട് ആവണം, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ അനുസരിക്കണം, എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവർക്ക് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കും. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പം കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പാഠങ്ങൾ പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ അവർക്ക് പഠിച്ചെടുക്കാനും പറ്റും. പിന്നെ അവർക്ക് ഒത്തിരി അസൈൻമെൻറ്റ്സ് നേരത്തെ ഉള്ളതുപോലല്ല, ഇപ്പം ഒത്തിരി അസൈൻമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കും. ഭാവിയിലൊരു നല്ല ഒരു ജീവിതം അവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നേഴ്സിംഗ് സ്കൂളിൽ നിന്ന് കൊടുക്കും. അത്ര നല്ല ഉത്തരവാദിത്വവും നല്ല സ്കില്ല് ോടുകൂടി ആണ് അവരെ പുറത്തിറക്കുന്നത്. പ്രത്യേകിച്ചും മലയാളി നേഴ്സുമാർ ലോകത്തെവിടെ ചെന്നാലും അവർക്കുള്ള വിലയ്ക്ക് കാരണം അവരാ പഠിക്കുന്ന ചിട്ടയായിട്ടുള്ളൊരു പരിശീലനവും ആ പങ്ക്ച്വാലിറ്റിയും അവർക്ക് അവിടെ ആ അർപ്പണ മനോഭാവം എന്താണെന്ന് ഒരു നഴ്സിംഗ് സ്കൂളിൽ നിന്ന് അവർ പഠിച്ചിറങ്ങുന്നു. സാമൂഹ്യ പാഠത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ പാഠം തുടരും. നിങ്ങളെപ്പോലെയുള്ള അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ മാറി നിന്നാൽ എങ്ങനെയാണെന്നൊരു ചോദ്യം അന്നത്തെ അധികാരികളോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. പുറകിൽ നിന്ന് ജീവിക്കേണ്ടതല്ല സന്യാസം, ജനത്തോടൊപ്പം ജനത്തെ ഉൾപ്പെടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്നൊരു തിരിച്ചറിവിൻ്റെ ഒരു നിമിഷമായിരുന്നത്. ചാവറയച്ചനെ നമ്മളേറെ അടുപ്പത്തോടെ വിളിക്കുന്ന വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അനുഭവിച്ചറിയാനുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ചാവറപിതാവ് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ആണ് അദ്ദേഹം സംസ്കൃത സ്കൂൾ ആരംഭിച്ചത്. ഇന്ന് തരാൻ പോകുന്നത് പിടിയും കോഴിയും. കോഴിക്കറിയാണ് കേട്ടോ. ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ, കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി. ഹെറിറ്റേജ് ബൈറ്റ്സ്, നിങ്ങളുടെ സ്വന്തം ദൂരദർശനം. സാമൂഹ്യ പാഠം തുടരുന്നു. ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൽ നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്ന വിഷയത്തിൽ നമ്മോട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് റിട്ടയർഡ് നേഴ്സിംഗ് ട്യൂട്ടറായ ശ്രീമതി സുശീല കുമാരി മാഡമാണ്. മാഡം, നമ്മൾ പറഞ്ഞ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അവർക്ക് ചിട്ടയായ ഒരു മാർഗം നമ്മൾ ഒരു ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കുട്ടികളെങ്കിലും വീട്ടിൽ നിന്ന് ഉന്തി തള്ളി വിടുന്നവരുണ്ടാകും. ചിലവർക്ക് പ്രൊഫഷണലി എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം, ഈ ഒരു സർവീസ് മേഖല ഉദ്ദേശിച്ച് തന്നെ വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ചിലർക്കൊരു അർപ്പണ മനോഭാവം കാണും, ചിലർക്ക് ജസ്റ്റ് ഫോർ എ ജോബ് എന്നുള്ള നിലയിലായിരിക്കും. ഇതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യത്തെ 3 മാസം അവർക്ക് നമ്മുടെ പ്രിലിമിനറി ക്ലാസ്സസ് ആണ്. ഈ 3 മാസത്തെ ട്രെയിനിങ് തിയറി എടുക്കുമ്പം നമുക്ക് ഓരോ കുട്ടികളുടെയും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവും. ആ തിയറി ക്ലാസ് പാസ്സായി അവർ വരണം. ആ തിയറിക്ക് നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് പിറ്റേ ദിവസം തന്നെ അവർ ടെസ്റ്റ് ഇടും. ആ തിയറിയെല്ലാം അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് തിയറിക്ക് ഇച്ചിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇരുത്തി കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർക്ക് വീണ്ടും ടെസ്റ്റുകളിട്ട് അവർ ആ തിയറി നല്ലതായിട്ട് മനസ്സിലാക്കിക്കും. ചില കുട്ടികൾ സുഖമില്ലെന്നും പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ ഇച്ചിരി മടിയൊക്കെ കാണിക്കും. പക്ഷേ അവരെല്ലാം വീണ്ടും നമ്മളത് ടെസ്റ്റിട്ട് ആ തിയറി അവരെ നന്നായിട്ട് മനസ്സിലാക്കിച്ച് കൊടുത്ത് കംപ്ലീറ്റ് നേഴ്സിംഗ് തിയറീസും പഠിപ്പിച്ച ശേഷം 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഒരു കോട്ടിംഗ് സെറമണി വയ്ക്കും. ഒരു വിളക്ക് കൊടുത്ത് അവരെ ഒരു യൂണിഫോം അണിയിച്ച് ഓരോരുത്തരെയും ഓരോ റോസാപ്പൂ കൊടുത്ത് ഓരോ വ്യക്തികളായിട്ട് നമ്മളിങ്ങനെ ഓരോ സീറ്റ് കൊടുത്ത് അവർക്ക് ഒരു ഫങ്ഷൻ നടത്തി ആ ഒരു നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് യൂണിഫോം അണിയിച്ച്
എല്ലാ നഴ്സിങ്ങിൻ്റെ അതോറിറ്റീസിനെയും വിളിച്ച് എല്ലാവർക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുത്ത് നല്ലൊരു ഫങ്ഷനായിട്ട് തന്നെ നടത്തിയ ശേഷം ആ ഒരു വിളക്ക് കത്തിച്ച് അവരുടെ കൈ കൊടുത്ത് ആ വിളക്കേന്തിയ വനിതകളാക്കിയിട്ടാണ് തിരിച്ച് അവരെ വാർഡിലേക്ക് വിടുന്നത്. ആ വാർഡിൽ ചെന്ന് ആദ്യമായിട്ട് പോകുന്ന ദിവസം നമ്മൾ അവർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കും. നഴ്സിംഗ് ട്യൂട്ടേഴ്സ് അവർക്ക് ക്ലാസ് എടുക്കുന്ന ട്യൂട്ടേഴ്സ് അവരുടെ കൂടെ പോകും. നഴ്സിംഗ് ട്യൂട്ടേഴ്സ് പോയിട്ട് ആ ഹോസ്പിറ്റലിൽ, ഇപ്പം ഞാൻ പഠിപ്പിച്ചിരുന്നത് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിലാണ്, ആ ജനറൽ ഹോസ്പിറ്റലിലുള്ള ഓരോ മുക്കും മൂലയും കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കും. കാഷ്വാലിറ്റി തുടങ്ങി ഓരോ വാർഡും ഓരോ OPകളും ഇന്ന OPകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള തല മുതൽ പാദം വരെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കുട്ടികളെ കൊണ്ടുപോയി നമ്മൾ കാണിച്ചു കൊടുത്ത് അവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഓറിയൻറ്റേഷനിൽ ഒരുവിധം മനസ്സിലാവും. അവരുടെ കയ്യിൽ നമ്മൾ എപ്പോഴും ഒരു പേഴ്സണൽ ഡയറി കൂടി കൊടുക്കും. ആ പേഴ്സണൽ ഡയറിയും പേനയും അവരെപ്പോഴും കയ്യിൽ വെച്ചേക്കണം, പോക്കറ്റിൽ. അവരുടെ കയ്യിലൊരു സ്റ്റെത്ത്, ഒരു പേഴ്സണൽ ഡയറി, പേന, അങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് സൂക്ഷിക്കേണ്ട. അപ്പോൾ അതെല്ലാം പോക്കറ്റിലായിട്ട് അവർ സൂക്ഷിക്കണം. എന്നിട്ട് ക്ലാസ്സിൽ പിന്നെ അത് കഴിഞ്ഞ് ആ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് 2 ദിവസം അവർക്ക് വാർഡിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം കൊടുക്കും. സമയം കൊടുത്തിട്ട് 3-ാം ദിവസം നമ്മൾ അവരെ കുറച്ച് സമയം വാർഡിൽ നിർത്തും. ഫുൾ ടൈം നിർത്തൂല, ആദ്യം കുറച്ച് സമയം നിർത്തും. ഒരു 2-3 മണിക്കൂർ ആദ്യം നിർത്തും. അത് കഴിഞ്ഞ് ഉച്ചവരെ നിർത്തും. അങ്ങനെ കുറച്ച് ട്രെയിനിങ് കൊടുത്ത ശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം തിയറി ക്ലാസ് വയ്ക്കും. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ പോകണം. സാധാരണ ഒരു വർക്ക് പഠിക്കുമ്പം നമ്മളൊക്കെ ഇപ്പം പ്രീ ഡിഗ്രി വരെ നമ്മൾ പഠിക്കുന്നത് കുറച്ച് പ്രാക്ടിക്കൽ നമുക്ക് ഗ്രൂപ്പ് വർക്കുണ്ട്, എങ്കിലും നമ്മൾ കൂടുതലും തിയറിയാണ് പഠിക്കുന്നത്. പക്ഷെ നഴ്സിംഗ് എന്ന് പറയുമ്പം തിയറിയേക്കാളും പ്രാധാന്യം പ്രാക്ടിക്കലാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവനുള്ള ശരീരത്തോടാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ മനുഷ്യ ശരീരം മനസ്സിലാവില്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥാന്തരങ്ങളും ഓരോ അസുഖത്തിനുമുള്ള ചികിത്സകളും അവരേതെല്ലാം അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ ആദ്യം പോസ്റ്റിംഗ് ഇടും. ഓരോരുത്തരും ഡിവൈഡ് ചെയ്ത് പോസ്റ്റിംഗ് ഇടും. ഇപ്പോൾ 26 പേരുള്ള ഒരു ബാച്ചാണ് ഒരു ബാച്ച് എടുക്കുന്നത്. അത് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള 3 കുട്ടികളെ വെച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പോസ്റ്റ് ചെയ്യും. ആദ്യം കാഷ്വാലിറ്റി OPകൾ, OP എന്ന് പറയുമ്പോഴത്തേക്ക് മെഡിക്കൽ OP, സർജിക്കൽ OP, ENT, ഇങ്ങനെയുള്ള പ്രത്യേക സ്പെഷ്യാലിറ്റീസ്, ഓർത്തോ, എല്ലായിടത്തും അവരെ പോസ്റ്റ് ചെയ്യും. ഈ അവരുടെ പോസ്റ്റിങ്ങും അവരുടെ തിയറിയും തമ്മിൽ ടാലി ചെയ്ത് പോകണം. ഇപ്പോൾ തിയറി എന്താണ് പഠിക്കുന്ന ആ ഭാഗത്ത് അവർക്ക് പോസ്റ്റിംഗ് കിട്ടും. ഇപ്പോൾ തിയേറ്ററിലുള്ള നമ്മൾ സർജറി പഠിക്കണമെങ്കിൽ തിയേറ്ററിൽ നിൽക്കണം. അപ്പോൾ തിയേറ്ററിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകം തിയേറ്റർ ടെക്നിക്ക് ഒരു ബുക്ക് തന്നെ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ആ തിയേറ്റർ ടെക്നിക്ക് പഠിപ്പിച്ച ശേഷം മാത്രമേ തിയേറ്ററിലോട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അവർ സ്റ്റെറൈൽ ടെക്നിക്ക് പഠിക്കണം. നമ്മൾ ഈ സാധാരണ പോലെ ഉള്ള കാര്യങ്ങളിൽ ചെന്ന് ഒന്നിലും കൈ തൊടാൻ പാടില്ല, സ്റ്റെറൈലായിരിക്കണം തിയേറ്ററിൽ. അപ്പോൾ തിയേറ്ററിൽ ആ സ്റ്റെറൈൽ ടെക്നിക്കും പഠിപ്പിച്ച് തിയേറ്ററിൽ ടെക്നിക്ക് പ്രത്യേകം പഠിപ്പിച്ച് ഒരു തിയേറ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ ഒരു തിയേറ്ററിനകത്ത് ചെന്നാൽ ഒരു കുട്ടി പെരുമാറി അവിടെ പഠിക്കേണ്ട രീതികൾ എല്ലാം പഠിപ്പിച്ച ശേഷം തിയേറ്ററിലോട്ട് വിടും. അതുപോലെ ഓരോ സെക്ഷനിലും നമുക്ക് സ്പെഷ്യാലിറ്റി പോസ്റ്റിങ്സ് ഉണ്ട്. സൈക്കാട്രി പ്രത്യേകം, സൈക്കോളജി പ്രത്യേകം, ഇങ്ങനെ ഓരോരോ വിഭാഗങ്ങളും ഓരോ വർഷം. ആദ്യത്തെ വർഷം നമ്മൾ പഠിപ്പിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷനാണ്, ഫണ്ടമെൻ്റൽ നഴ്സിംഗ് ആണ്. ഏതിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ അടിസ്ഥാനം ഫൗണ്ടേഷൻ പഠിപ്പിച്ച് എന്താണ് നേഴ്സ്, എന്താണ് ഒരു നേഴ്സിൻ്റെ ഫുൾ ഫോം, ഇതെല്ലാം നമ്മൾ ആദ്യം പഠിപ്പിക്കും. ആദ്യം തന്നെ നമുക്ക് ഓരോ വർഷവും ഓരോ തിയറിയുണ്ട്. അപ്പോൾ ഒരു നേഴ്സിന് ആരോഗ്യമുണ്ടെങ്കിലേ ആ രാജ്യത്തെ ആ ഒരു ആരോഗ്യ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും സമ്പാദിക്കാനും അവിടെ ആ ആരോഗ്യം നിലനിർത്താനും പറ്റുള്ളൂ. ഇപ്പം തന്നെ ലോകം മൊത്തം യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം നഴ്സുമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ജോലിഭാരം വരുന്നത്. അപ്പോൾ നഴ്സിനുള്ള ആവശ്യകത വരുമ്പോഴാണ് ഓരോ രാജ്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള നഴ്സുമാരെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഇപ്പോൾ ODPC വഴിയൊക്കെ കൊണ്ടുപോകുന്ന എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ നഴ്സിങ്ങിന്, പ്രത്യേകിച്ചും മലയാളി നഴ്സിന് ലോകം മൊത്തം നല്ല അംഗീകാരമാണ്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു മാഡം. നമുക്കറിയാം ലോകം മൊത്തമുള്ള എല്ലാ രാജ്യക്കാർക്കും നമ്മുടെ മലയാളി നേഴ്സുമാരെ മതി. അതിൻ്റെ ഒരു അടിസ്ഥാനം വെച്ചാൽ നമ്മുടെ ആ ഒരു ട്രെയിനിങ് ആണോ, അതോ അവർക്ക് ജന്മനാ ഉള്ള ഒരു സ്കില്ലാണോ, പ്രൊഫഷണൽ സ്കില്ലാണോ, അതുപോലെ തന്നെ അവരെ നമ്മൾ വാർത്തെടുക്കുന്നത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളി നേഴ്സുമാർക്ക് ഇത്രയും ഡിമാൻഡ് വരാൻ കാര്യം? അതിനകത്ത് ഈ പറഞ്ഞ എല്ലാം ഉൾപ്പെടും. ഒരു കാര്യം മാത്രമല്ല, ഒന്നാമതായിട്ട് അവരുടെ കോച്ചിങ്, നഴ്സുമാരുടെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും റിയലി അത് പഠിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അതായത് ഒരു മോർച്ചറിയിൽ വരെ
ആദ്യമായിട്ട് മോർച്ചറിയിലൊക്കെ പോയപ്പോൾ ഞാനൊക്കെ ബോധം കിട്ടും. ഒരു പിന്നെ പോസ്റ്റ്മോർട്ടം കാണാനായിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് കാണണം. ഫസ്റ്റ് ഇയറിൽ തന്നെ മോർച്ചറി കൊണ്ടുപോകും നമ്മൾ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ധൈര്യം വരണം. തിയേറ്ററിലും മോർച്ചറിയിലും കയറുമ്പോൾ ഈ ബ്ലഡ് കാണുമ്പം പല കുട്ടികളും ഫെയിൻറ്റ് ചെയ്യും. അത് ഞാൻ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിനിടയ്ക്ക് ചോദിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കും. ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് എന്ന് പറയും. നഴ്സിംഗിന് തന്നെ 16 സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ. നിസ്സാരമായിട്ട് അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും വിചാരിക്കുമോ പോയൊരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേഴ്സായി. പക്ഷേ അങ്ങനെയല്ല. ഡോക്ടേഴ്സ് പഠിക്കും പോലെ തന്നെ 16 സബ്ജക്റ്റ് നേഴ്സും പഠിക്കണം. ആ പഠിക്കുന്നതിന് പക്ഷേ ആ നേഴ്സ് ആ സബ്ജക്റ്റ് പഠിക്കുമ്പം അത് പുറം ലോകം അറിയുന്നില്ല. കാരണം നേഴ്സിന് ഒരു GNM, ഒരു ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ പഠിച്ച ഒരു കുട്ടി ഈ ലോകത്ത് പലരും അവരെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരു BSc പഠിച്ചവരാകുമ്പോൾ കുറച്ചുകൂടെ അംഗീകരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അത് മെഡിക്കൽ ലെവലിലാണ് പഠിക്കുന്നത്. ജനറൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയൊരു നിലവാരം കുറവുണ്ട് ഡിപ്ലോമയ്ക്ക്. പക്ഷേ എന്നാലും എല്ലാ സബ്ജക്റ്റും പഠിക്കണം. നമുക്ക് ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, എല്ലാ സബ്ജക്റ്റുകളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ ആ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് ഇംഗ്ലീഷ് വരെ ഒരു സബ്ജക്റ്റാണ്. അത്രയും ഇതിലാണ് പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വിദേശത്തവർക്ക് പോയാലും അവർക്ക് IELTS ഒക്കെ എഴുതിയെടുക്കാനും ബുദ്ധിമുട്ട് വരുന്നില്ല. ഇംഗ്ലീഷ് തന്നെ ഒരു പിന്നെ യൂണിവേഴ്സിറ്റി സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അത്ര നല്ല നിലവാരത്തിൽ നല്ല സ്റ്റാൻഡേർഡിലുമാണ് നഴ്സിംഗ് പഠിപ്പിക്കുന്നത്. അവർ അതുപോലെ ട്രെയിനിങ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ്, അവർക്ക് പ്രത്യേകം ലാബുകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഇപ്പം ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സ്കൂളിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രിൻസിപ്പൾ സാലമ്മ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ട് PSc കോച്ചിങ് വരെ അപ്ലൈ ചെയ്തു. അതൊരു ഭയങ്കര നല്ല കാര്യമായിട്ട് ഞാനത് കഴിഞ്ഞ ദിവസം സ്കൂളിലൊരു ആവശ്യമായിട്ട് ഞാൻ പോയപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. കാരണം നേരത്തെയൊന്നും ഞങ്ങളൊന്നും പഠിപ്പിക്കുന്ന സമയത്ത് അതില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്തത് ഒരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഹലോ ഹലോ നമുക്കൊരു കോളുണ്ട്. ഇവിടെ നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, പറഞ്ഞോളൂ. എൻ്റെ പേര് ശങ്കരൻ നായർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. പറഞ്ഞിട്ട് സാർ. നമസ്കാരം മാഡം. ഞാൻ ചോദിക്കുന്നത്, മാഡം ഇപ്പോൾ നമ്മുടെ നഴ്സിംഗിന്റെ ആ പരിശീലനത്തിന്റെ വിവിധ വശങ്ങൾ എത്രമാത്രം നല്ല പരിശീലനമാണ് നമ്മുടെ നഴ്സുമാർക്ക് കൊടുത്ത് അവരെ ഇറക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായി. എല്ലാവർക്കും കേട്ടവർക്കെല്ലാം മനസ്സിലായി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം നല്ല പരിശീലനം നേടി നമ്മുടെ നഴ്സുമാരെ ഇറങ്ങി അവർ ആശുപത്രിയിൽ ജോലി ചെയ്തു. ഇതിന് സമാന്തരമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഈ നാട്ടിൻ പുറത്തും നമ്മൾ പലയിടത്തും ചെറുകിട ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ പരിശീലനമില്ലാത്ത 10ാം ക്ലാസ് മാത്രം പഠിച്ചു തുടങ്ങിയ പെൺകുട്ടികളെയൊക്കെ നഴ്സെന്നും പറഞ്ഞു വെച്ചിട്ട് വിവരമുള്ള ഡോക്ടേഴ്സ് തന്നെ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ഇത് അപകടകരമല്ലേ? ഇത് സമൂഹത്തിന് ദോഷകരമല്ലേ? പറയാം, അതിനെപ്പറ്റി പിന്നീട് പറയാമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ പറയാം. ഇതിനകത്ത് എവിടെയും നമ്മുടെ ഈ ലോകത്ത് ഏത് നന്മകൾക്കിടയിലും ഏത് കാര്യം, എന്ത് സബ്ജക്റ്റ് നമ്മൾ എടുത്താലും അവിടെ എല്ലാം ഒരു നന്മയ്ക്കിടയിൽ ഒരു ചെറിയൊരു തിന്മ കാണും. അതുപോലെ ചെറിയ ചെറിയ ഫോൾട്ടുകൾ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പല നേഴ്സിംഗ് ഹോമുകളിലും ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത് നേരത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇപ്പം മിക്കവാറും എല്ലായിടത്തെല്ലാം നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നേഴ്സിന് രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൗൺസിലിൽ അറിയിക്കണം. മെഡിക്കൽ കൗൺസിലിൽ നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൗൺസിലുണ്ട്, നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് സാമൂഹ്യ പാഠത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം വെച്ചിരിക്കുന്നതാണ്. ഈ കലകളെല്ലാം തന്നെ ചവിട്ടുനാടകം, അതുപോലെ തന്നെ കടവൂര പരിചകളി, ഇതെല്ലാം ഷിവൽട്രി മാർഷൽ ആർട്സാണ്.
സാമൂഹ്യ പാഠം തുടരുന്നു. നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് നമ്മുടെ സാമൂഹ്യ പാഠത്തിൻ്റെ ഇന്നത്തെ വിഷയം. നമ്മുടെ അതിഥി റിട്ടയർഡ് നേഴ്സിംഗ് ട്യൂട്ടറായ ശ്രീമതി സുശീല കുമാരിക്ക്. മാഡം, നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധതരം പ്രൊഫഷൻസ് ഉണ്ട് ജോലിയിൽ തന്നെ. എന്നാൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുന്ന അതെങ്കിൽ നമ്മുടെ വരുമാനം ഉയർത്തുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ ഇപ്പോൾ എല്ലാവരും കാണുന്നത് നേഴ്സിംഗ് തന്നെയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? ഇന്നത്തെ നമ്മുടെ അവസ്ഥ, ഇന്ന് നഴ്സിങ്ങിന് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി BScക്കും MScക്കും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും കിട്ടാതെ പോകുന്നൊരവസ്ഥയാണ്. കാരണം നഴ്സിംഗ് എന്ന് പറയുമ്പം ഏറ്റവും പവിത്രമായ ഒരു ജോലി എന്നതിന് പുറമേ ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലിയും കൂടിയാണ്, ഗവൺമെൻറ് സെക്ടറിലും വിദേശത്തും. പക്ഷേ പ്രൈവറ്റ് നഴ്സുമാരുടെ കാര്യം ഞാൻ പറയാം. അങ്ങനെ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല രീതിയിൽ ശമ്പളം സമ്പാദിക്കാനും അതിനോടൊപ്പം നല്ല നിലവാരമുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും മക്കളെല്ലാം, നഴ്സുമാരുടെ മക്കളെല്ലാം ഇന്ന് വലിയ ഹൈ ലെവലായിട്ട് ജീവിക്കുകയാണ്. അവരെല്ലാം IAS, നഴ്സുമാർ തന്നെ ഇന്ന് IASകാരുണ്ട്. IAS അങ്ങനെയുള്ള ലെവലിലൊക്കെ ഇന്ന് നഴ്സുമാർ എത്തിക്കഴിഞ്ഞു. ഒത്തിരി പേര് നഴ്സിംഗ് കഴിഞ്ഞിട്ട് IASന് പോയവരുണ്ട്, അത് പാസ്സായി ഇന്ന് കളക്ടർ സ്ഥാനത്തിരിക്കുന്നവരെ ഉണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു പദവിയിൽ ഒരു നഴ്സിന് എത്താൻ കഴിയും. വിദേശ രാജ്യങ്ങളെന്ന് പറയുമ്പം UK, US അതിനേക്കാളും ഇന്ന് പിന്നെ കുറച്ചുകൂടി നല്ല നിലവാരമുള്ള രാജ്യങ്ങളിലോട്ട് ആൾക്കാർ പോകുന്നുണ്ട്. കാരണം സാലറി നല്ല കൂടുതലാണ്. പിന്നെ ഒരു നേഴ്സ് പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലി രക്ഷപ്പെട്ടു. അവരുടെ ബാക്കിയുള്ള തലമുറ ആദ്യം നേഴ്സ് പോവും. നേഴ്സ് പോയി അവിടെ ഇടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തുള്ള ഓരോരുത്തരായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഭർത്താവിനെ കൊണ്ടുപോകും, മക്കളെ കൊണ്ടുപോകും, സഹോദരങ്ങളെ കൊണ്ടുപോകും, അമ്മയെ കൊണ്ടുപോകും, അച്ഛനെ കൊണ്ടുപോകും, പിന്നെ അവരുടെ ബന്ധുമിത്രാദികളെ കൊണ്ടുപോകും. അങ്ങനെയെല്ലാം വിദേശത്ത് പോയി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരെല്ലാം പല മെസ്സേജുകളും നമുക്ക് അയക്കാറുമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന നല്ല ഫ്രണ്ട്സിനെ കാണുമ്പം നമുക്കൊരു സന്തോഷം തോന്നും. ഓരോ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് തോന്നും. മാഡം, അതുപോലെ തന്നെ നേരത്തെയൊക്കെ നേഴ്സിംഗ് എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ധാരാളം ആൺകുട്ടികളും മെയിൽ നേഴ്സും കൂടിയിട്ടുണ്ട്. അതെന്താണ് കാരണം? മെയിൽ നേഴ്സിംഗ് തുടങ്ങിയിട്ട് ഇപ്പോഴല്ല. മെയിൽ നേഴ്സിംഗ് തുടങ്ങിയിട്ടൊരു 55 വർഷത്തിൽ കൂടുതലായി. മെയിൽ നേഴ്സിംഗ് നേരത്തെ പഠിച്ച കൂട്ടത്തിലുള്ളതാണ്. തമ്പി ബ്രദറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന KGNAയുടെ നേതാവൊക്കെ, അവരൊക്കെ നേരത്തെ പഠിച്ച കൂട്ടത്തിലുള്ളതാണ്. ഈ നേഴ്സിങ്ങിൻ്റെ ബോയ്സിനെ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിൽ തൊട്ട് നേഴ്സിംഗ് ആൺകുട്ടികളെ നിർത്തലാക്കി. കാരണം ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നവർ സമരം ചെയ്തപ്പോൾ അന്നിരുന്ന കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ബോയ്സിനെ കുറച്ച് കാലം എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആരംഭിച്ചു. ഇപ്പം നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 6 സീറ്റ് ബോയ്സിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോയ്സും നന്നായിട്ട് പഠിക്കുന്നത്. ബോയ്സിനെ മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ചില കുട്ടികൾ വന്നിട്ട് കളഞ്ഞിട്ട് പോയതുകൊണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ ഞാൻ നന്നായി നോക്കി എടുക്കാനായിട്ട്. പക്ഷേ അവൻ മുങ്ങിക്കളഞ്ഞു. അങ്ങനെയുള്ള കക്ഷികളും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ വർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസ് എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പം നമുക്കറിയാം MLSP ഉണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്, ഡി-അഡിക്ഷൻ സെൻ്ററിൽ. ഇവിടെയൊക്കെ നമ്മുടെ നേഴ്സിങ്ങിൻ്റെ മേഖല വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നേഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ ചുമരുകൾ ഉൾപ്പെടാതെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം? നഴ്സിംഗ് ശരിക്കും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് തന്നെ പറയാം. എല്ലാം ഇന്നിപ്പം ക്യാൻസർ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ക്യാൻസർ എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ ദുഃഖത്തിലോട്ട് ആഴ്ത്തുന്ന ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്ന മനുഷ്യർക്ക് അവസാനം അവർക്ക് കെയർ എത്ര നമ്മൾ കൊടുത്താലും ക്യൂവർ ആവാത്തൊരു കണ്ടീഷനുണ്ട്. ക്യാൻസർ മാത്രമല്ല, പല പാരാലിസിസ്, നട്ടലിന് പ്രശ്നം വന്നിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നവർ, അപ്പം എങ്ങനെയായാലും വെർട്ടിബ്രൽ പ്രോബ്ലം വന്ന് കൈയും കാലും തളർന്നവർ, അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ചില അൾഷിമേഴ്സ് പേഷ്യൻസ്, അങ്ങനെയൊക്കെയുള്ള വയസ്സായ പല കണ്ടീഷൻസും, അതിലൊക്കെ കെയർ കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ ക്യൂർ ആവില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് പാലിയേറ്റീവ് കെയർ ഉണ്ട്. പാലിയേറ്റീവ് കെയർ ഇന്ന് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
പാലിയം ഇന്ത്യയുടെ കീഴിലും അല്ലാതെ തന്നെ ഓരോ ഹോസ്പിറ്റലിൻ്റെ കീഴിലും നമ്മുടെ DMOയിൽ നിന്നും അതിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പാലിയേറ്റീവ് കെയറിനുള്ള നഴ്സുമാർ പ്രത്യേകം വിങ് ഉണ്ട്. അവർ വീടുകളിൽ പോയി പേഷ്യൻസിനെ നോക്കുകയും കിടപ്പ് രോഗികൾക്ക് കത്തീട്രൈസേഷൻ, അവർ ബെഡ് ബാത്ത്, അവർക്ക് വേണ്ടുന്നുള്ള മറ്റ് കെയറുകളെല്ലാം കൊടുക്കുന്നുണ്ട്. വൂണ്ട് ഡ്രസ്സിങ്, പിന്നെ അവരുടെ ദേഹം തുടച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ എത്ര സമയം തിരിച്ച് ഇപ്പം വാട്ടർ ബെഡ്, എയർ ബെഡ് അങ്ങനെയുള്ള ബെഡുകളൊക്കെ കിടത്തി വേണം നമ്മൾ ബെഡ് സോർ വരാതെ നോക്കാനായിട്ട്. അപ്പോൾ ഈ ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റെ ജീവിതം ഇത്തിരി കഷ്ടത്തിലാവും. ബെഡ് സോർ വന്ന പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ ചെയ്യണമെന്നും അതിനുള്ള പ്രത്യേക ട്രെയിനിങ്ങും എല്ലാം ഈ പാലിയേറ്റീവ് കെയറിലെ നഴ്സുമാരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു മൾട്ടി ലെവലിലുള്ളൊരു കെയറും ഉണ്ട്. അതിന് NHM വഴിയാണ് ചെയ്യുന്നത്. NHM വഴി അതിന് കുറച്ച് നഴ്സുമാർ അവർ എടുത്തിട്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് കൊടുത്ത് ആശാ വർക്കേഴ്സ് പിന്നെ ഒപ്പം തന്നെ NHM നഴ്സുമാരെ കുറച്ച് പേരെ മൾട്ടി ലെവൽ കെയറിലിട്ട് വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 രീതിയിലുള്ള കെയറും കൊടുക്കുന്നത് കൊണ്ട് പല ആൾക്കാർക്കും പൈസ ഒരുപാട് ചിലവാക്കി ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കേണ്ട ഒരവസ്ഥ ഇന്നില്ല. അവർക്കെല്ലാം വീട്ടിൽ വെച്ച് തന്നെ നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാലിയേറ്റീവ് നഴ്സുമാർ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പലരും ഇന്ന് DMOയുടെ കീഴിൽ തന്നെ 6 ആംബുലൻസ് അതിന് വേണ്ടിയിട്ടുണ്ട്. ആംബുലൻസും ഡോക്ടേഴ്സും നഴ്സിംഗ് അസിസ്റ്റൻറ്റും സിസ്റ്റർമാരും അവരുടെ കീഴിലുണ്ട്. അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് ഈ നേഴ്സും നഴ്സിംഗ് അസിസ്റ്റൻറ്റും പോവും. പിന്നെ ഡോക്ടേഴ്സിന് വേണ്ടി വന്നാൽ അവരെയും കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കെയർ ഇന്ന് വളരെ വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് DMOയിലോ അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെൻറ്ററുകളിലോ നമുക്കിപ്പം ഫാമിലി ഹെൽത്ത് സെൻറ്റർ ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു തരും. അതിനുള്ള നമ്പർ തരും, വിളിക്കേണ്ട സിസ്റ്റർമാരുടെ നമ്പർ തരും. ആ നമ്പർ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നവർ കെയർ തരും. അതിന് ഒരു മടിയും വിചാരിക്കരുത്. കഷ്ടപ്പെടുന്നവർ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് വീട്ടിൽ തന്നെ കെയർ കിട്ടും. അതുപോലെ വേണം അതിൻ്റെ ഇപ്പം നമുക്ക് പുതുതായിട്ട് വന്നാണ് അഡിക്ഷൻ സെൻ്ററുകൾ. അതെ, അഡിക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചുകൂടെ മെൻ്റൽ സ്ട്രെയിൻ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ എത്തുന്ന നേഴ്സുമാർക്ക് അവർക്ക് ആ മെൻ്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും അല്ലെങ്കിൽ പുതിയ കുട്ടികളാണെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവിടെ എത്താറുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണ്? ഇപ്പോൾ അഡിക്ഷൻ സെൻറ്ററിൽ ഒരാൾ പോയി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സൈക്കാട്രിക് ട്രെയിനിങ് മസ്റ്റായിട്ടും കിട്ടിയിരിക്കണം. സൈക്കാട്രിക് നഴ്സിംഗ് നേരത്തെ നഴ്സിങ്ങിനില്ലായിരുന്നു, പണ്ട് പഠിച്ചവർക്കതില്ലായിരുന്നു. അതിനുശേഷം ഇപ്പം കുറച്ച് കാലമായിട്ട് സൈക്കാട്രിക് നഴ്സിംഗ് ഉണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു 10-25 വർഷം കൊണ്ടേ അതുണ്ട്. അതിന് മുമ്പ് പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. സൈക്കാട്രിക് നഴ്സിംഗ് സൈക്കോളജി ഉണ്ട്, സൈക്കാട്രി ഉണ്ട് ഇപ്പോൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ സൈക്കാട്രിക് വിങ്ങിൽ പഠിക്കുമ്പം നമുക്ക് ഓരോ മെൻ്റൽ കണ്ടീഷനോടെ പഠിപ്പിക്കുകയാണ്. ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഓരോ കേസ് സ്റ്റഡി നടത്തുകയാണ് കുട്ടികൾക്ക് പ്രത്യേകം അസൈൻമെൻറ്റ് കൊടുത്ത് ഒരു 10-30 പേഷ്യൻസിന് അവർ കേസ് എടുത്ത് കേസ് സ്റ്റഡി നടത്തി കെയർ പ്ലാൻ തയ്യാറാക്കി ഓരോ കെയറും ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലുള്ള ഡിസീസിനും കൊടുക്കേണ്ട കെയർ അവരെ കൊണ്ട് പ്ലാനിങ് ചെയ്യിപ്പിക്കും. പ്ലാനിങ് ചെയ്യിച്ച് നമ്മളത് അസൈൻമെൻറ്റായിട്ട് വാങ്ങി ഫയലുകളായിട്ട് സൂക്ഷിച്ച് അവരുടെ പ്രാക്ടിക്കൽ എക്സാമിന് ആ ഫയലുള്ള കുട്ടിയെ നമ്മൾ സൈൻ ചെയ്ത ഫയലുള്ള കുട്ടിയെ മാത്രമേ കൗൺസിൽ എക്സാമിന് പാസ്സാക്കാറുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് അവിടെ പഠിച്ചിരിക്കും. ആ ഫയൽ എഴുതാതെ കളിച്ച് നടക്കാൻ ഒരു കുട്ടിക്കും പറ്റില്ല. ചില ആൺകുട്ടികൾ ഇച്ചിരി മടിച്ചൊക്കെ ആദ്യമൊക്കെ നടക്കുമെങ്കിലും പിന്നീട് അവർ ചെയ്തേ അവിടെ നിന്ന് പാസ്സായി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൈക്കാട്രിയും സൈക്കോളജിയും നല്ല ഭംഗിയായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓരോ അഡിക്ഷൻ സെൻറ്ററിലും ചെന്ന് ഓരോ കേസും അവരെ എടുത്ത് അതിനെ ഓരോന്നും നന്നായിട്ട് അവിടെ വെച്ച് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തു അവരെ കൊണ്ട് അതിൻ്റെ ക്ലാസ്സും എടുപ്പിച്ച് ഓരോ കേസ് ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ ഒരു കുട്ടി ഒരു കേസ് എടുത്ത് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ മറ്റു കുട്ടികൾ അത് കേൾക്കും. അപ്പോൾ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് പോയി ക്ലാസ് റൂമിൽ മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ നമ്മുടെ ഈ അഡിക്ഷൻ സെൻറ്ററിൽ പോയി വരെ ക്ലാസ് എടുത്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു കോച്ചിങ്ങാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ മെൻ്റൽ ഹെൽത്ത് മാത്രം പഠിപ്പിച്ച് അവർ ആ ട്രെയിനിങ്ങും കൊടുത്ത് 2.5 മാസത്തെ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത് അതിന് വേണ്ടി മാത്രം. അപ്പോൾ പിന്നെ അതിൽ പല പേഷ്യൻസും വയലൻ്റ് ആയിരിക്കും. ഈ വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്കെങ്ങനെ അടി കിട്ടാതെ മാറി നിൽക്കാം, അങ്ങനെയൊക്കെ അവരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടിയ നഴ്സുമാരും ഉണ്ട്. സാമൂഹ്യ പാഠത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ആലോലം
കുഴഞ്ഞുകൊണ്ടൊക്കത്തു കുടവുമായി ആലോലാംഗികൾ ആറ്റുവക്കത്തു തണ്ണീർ മുക്കാൻ വന്നെത്തും നേരത്തെന്റെ കണ്ണുകൾ തേടി ദമയന്തിയാ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ? ദമയന്തി ആ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ? ഈ കാണും മുടികളിലുള്ള വൈരക്കല്ലെല്ലാം ഇങ്ങനെ മനുഷ്യന്റെ കണ്ണീരിൽ നിന്നാണുണ്ടായി. ഉല്ലേഖം എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. സാമൂഹ്യപാഠം തുടരുന്നു. ഇവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആ സമയം തൊട്ട് ഡിസ്ചാർജ് ആകുന്ന ആ സമയം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫ് നേഴ്സുമാരെയാണ്, ഇപ്പോഴത്തെ നഴ്സിംഗ് ഓഫീസർമാരെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കാഷ്വാലിറ്റിയിൽ ഒരു ഫസ്റ്റ് നമ്മളൊരു കേസുമായിട്ട് അവിടെ എത്തുകയാണെങ്കിൽ അവിടെ തൊട്ട് ആ ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സ്റ്റാഫ് നേഴ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സ്കില്ലുകളായിരിക്കും. ഇപ്പോൾ കാഷ്വാലിറ്റിയിലാണെങ്കിലും വാർഡിലാണെങ്കിലും. അപ്പം ആ ഒരു വ്യത്യാസം ഇപ്പോൾ ചില സ്റ്റാഫ് നേഴ്സുമാരെ കാഷ്വാലിറ്റിയിൽ 3 മാസം വിടുന്നു, ചിലവരെ ഗൈനക്കിൽ വിടുന്നു. അപ്പം ഇതെല്ലാം ഗൈനക്കിലെ ഒരു ജോബ് രീതി ആയിരിക്കത്തില്ല കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരാളിൽ സന്നിവേശിപ്പിച്ച് ഒരു നല്ല നേഴ്സായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അതെ, അത് നമ്മൾ സബ്ജക്റ്റ് ബേസിലാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ഇയർ ഫൗണ്ടേഷൻ പറഞ്ഞതുപോലെ സെക്കൻഡ് ഇയറിൽ നമ്മൾ സൈക്കാട്രി പഠിപ്പിക്കും. അതുപോലെ നമ്മൾ തേർഡ് ഇയറിലാണ് ഗൈനിക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും ആദ്യം അഡ്മിഷൻ പഠിപ്പിക്കും ഫൗണ്ടേഷനിൽ. ഈ അഡ്മിഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു പേഷ്യൻ്റ് IP പേഷ്യൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. ആദ്യമായിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവർ OP ടിക്കറ്റ് എടുക്കണം. OP കാഷ്വാലിറ്റിയുടെ സൈഡിലായിരിക്കും മിക്കവാറും OP ഡിപ്പാർട്ട്മെൻറ്റ് മിക്ക ഹോസ്പിറ്റലുകളിലും. അപ്പോൾ OP സെക്ഷനിൽ ചെന്ന് ആദ്യം OP ടിക്കറ്റ് എടുക്കണം. OP ടിക്കറ്റ് എടുത്തിട്ട് കൺസേൺഡ് ഡോക്ടറിനെ കാണണം. മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ, സർജറി ആണെങ്കിൽ സർജറി, അതിന് പ്രത്യേക OP കാണും. അപ്പോൾ ഓരോ OPകളിലും അവിടെയും കുട്ടികളെ പോസ്റ്റ് ചെയ്യും നഴ്സിംഗ് സ്റ്റുഡൻസിന്. നഴ്സിംഗ് സ്റ്റുഡൻസും കാണും, ഒരു സ്റ്റാഫും കാണും ഡ്യൂട്ടിക്ക്. അവിടെ നിന്നിട്ട് ഈ OP ഇപ്പം മെഡിക്കൽ OPയിലാണ് ഒരു OP ടിക്കറ്റ് എടുത്തു, അവർ കാണിച്ചു. മെഡിക്കലിലെ ഡോക്ടർ കണ്ടു. മെഡിക്കലിലെ ഡോക്ടർ കണ്ടിട്ട് അവർക്ക് അഡ്മിഷൻ വേണോ അല്ലെങ്കിൽ OP മതിയോ എന്നവിടെ നിശ്ചയിക്കും. അഡ്മിഷൻ നിശ്ചയിക്കുകയാണെങ്കിൽ അഡ്മിഷൻ എഴുതിയ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒത്തിരി സിക്കാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വീൽ ചെയറിൽ അവരെ കൊണ്ടുപോകും വാർഡിൽ. അന്ന് ആ ഡോക്ടറിൻ്റെ വാർഡ് ഏതാണോ ആ വാർഡിലോട്ട് ആ ഡേയിലുള്ള അഡ്മിഷൻ വിടും. അപ്പോൾ ഒരു 3-ാം വാർഡിലോട്ടുള്ള അഡ്മിഷനാണെങ്കിൽ M1 ആണെങ്കിൽ മെഡിക്കൽ 1 ആ ഒരു പേഷ്യൻറ്റിന് ഈ വീൽ ചെയറിൽ കയറ്റി മെഡിക്കൽ വാർഡിൽ കൊണ്ടുകിടത്തും. അതുപോലെ തന്നെ മെയിൽ വേറെ ഫീമെയിൽ വേറെ സെപ്പറേറ്റ് വാർഡുകളുണ്ട്. സർജറി ആണെങ്കിൽ അതുപോലെ സെപ്പറേറ്റ് വാർഡുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരെ കൊണ്ടുപോകും. ഒത്തിരി സിക്കായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ കാഷ്വാലിറ്റി കിടത്തി അവർക്ക് ആ സിക്ക് ഒന്ന് മാറുന്നത് വരെ കാഷ്വാലിറ്റി കെയർ കൊടുക്കും. എമർജൻസി കെയർ കൊടുത്ത് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആവശ്യമുള്ളവരാണെങ്കിൽ അതും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മാത്രമേ വാർഡിലോട്ട് അഡ്മിഷൻ വിടാറുള്ളൂ. ഇപ്പോൾ വാർഡിലോട്ട് അഡ്മിഷൻ പോയി കഴിഞ്ഞാൽ വാർഡ് സിസ്റ്ററിനെ കൊണ്ടുവന്ന് കേസിട്ട് ആ ഡോക്ടർ അതിൽ എല്ലാം ഓർഡർ എഴുതും, ട്രീറ്റ്മെൻറ്റ് ഓർഡർ എഴുതും. ഈ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് വാർഡിൽ കൊണ്ടുപോയി അവർക്ക് ബാക്കി കൊടുക്കേണ്ട ഇഞ്ചെക്ഷൻസും മെഡിസിൻസും എന്തെങ്കിലും നെബുലൈസേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമർജൻസി നെബുലൈസേഷൻ ആണെങ്കിൽ കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ കൊടുക്കും. ഡിസ്നിയൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വാർഡിൽ കിടത്തി അവർക്ക് എത്ര ദിവസം ആവശ്യമുണ്ട് അതനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കും. അതനുസരിച്ച് ഇപ്പം BD ആണോ, BD എന്ന് പറഞ്ഞാൽ 2 നേരം, അല്ലെങ്കിൽ 6th അവർലി ആണോ 4th അവർലി ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മെഡിസിൻ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വളരെ കെയർഫുള്ളാണ്. ചാർട്ടിങ്ങാണ് ആദ്യം പഠിപ്പിക്കുന്നത്. നമ്മളൊരു പേഷ്യൻറ്റിന് എന്ത് ചെയ്താലും കേസ് ചാർട്ട് ചെയ്യണം. ചാർട്ടിങ് പഠിക്കാതെ ഒരു കുട്ടിക്ക് വിദേശത്ത് പോകാനും പറ്റില്ല. വിദേശ രാജ്യങ്ങളിലത് വളരെ റിസ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ അതിനാണ് അസൈൻമെൻറ്റ് അവരെ കൊണ്ട് എഴുതിക്കുന്നത്. നമ്മൾ എന്ത് കൊടുത്തോ, ഏത് മെഡിസിൻ കൊടുത്തോ, ഒരു ടാബ് ആയാലും ശരി, ഒരു ഇഞ്ചക്ഷൻ ആയാലും ശരി, നെബുലൈസേഷൻ ആയാലും ശരി, നമ്മൾ ഓരോ കണ്ടീഷനും കെയർ പ്ലാൻ വരച്ച് പഠിപ്പിക്കുന്നത് അതിനാണ്. അപ്പോൾ ഇത്ര മണിക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ എടുത്താലും ആ ടൈം വെച്ച് അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും എന്ത് കെയർ നമ്മൾ കൊടുത്താലും റെക്കോർഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റേഷൻ അതെ. ആ ഡോക്യുമെൻറ്റേഷൻ വഴി ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസ് വന്നാലും കോടതി ആയാലും ആ ഡോക്യുമെൻറ്റേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്ട്രിക്റ്റാണ്. പഠിക്കുന്ന കാലത്ത് ആദ്യം തന്നെ നമ്മളത് സ്ട്രിക്റ്റായിട്ട് ഫൗണ്ടേഷനിൽ പഠിപ്പിച്ചു തുടങ്ങും. ആ അസൈൻമെൻറ്റ്സ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുമാണ്, ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൈനിക്കിലാണ് ഇപ്പോൾ നമുക്ക് കുട്ടികളെ നിർത്തണമെങ്കിൽ ഗൈനിക്കിന് നമ്മൾ ഡെലിവറി എങ്ങനെ എടുക്കാം,
അതിൻ്റെ ഫൗണ്ടേഷൻ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ലേഡി ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സ്പേം രോമം ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയം തൊട്ടുള്ള കംപ്ലീറ്റ് ഓരോ വീക്കും അവരുടെ ഡെവലപ്മെൻറ്റ്, ബോഡി ഡെവലപ്മെൻറ്റ്, ഡെലിവറിയുള്ള ഒരു ഡെവലപ്മെൻറ്റ്, പിന്നെ ഒരു ഡെലിവറിക്ക് 3 ആയിരുന്നു നേരത്തെ സ്റ്റേജ്, ഇപ്പം അത് 4 സ്റ്റേജാണ്. ആ 4 സ്റ്റേജും പഠിപ്പിച്ച് അത് ഓരോന്നും എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നല്ല ക്ലിയറാക്കി അവർക്ക് ഡെലിവറിക്ക് മാത്രം തക്കാട് ഹോസ്പിറ്റലിലും SIT ഹോസ്പിറ്റലിലും ട്രെയിനിങ് ഉണ്ട്. ആ ലേബർ റൂമിൽ നിർത്തി അവർക്ക് ഇത്ര കേസ്, നമുക്കൊരു 40 കേസ് എടുക്കണം ട്രെയിനിങ് സമയത്ത്. ആ 40 കേസും എടുത്തിട്ട് അതിൻ്റെയും അതേപോലെ തന്നെ അസൈൻമെൻറ്റ്, ഡെലിവറിക്ക് പ്രത്യേകം അസൈൻമെൻറ്റ് ബുക്കുണ്ട്. അത് അവരുടെ കേസ് സ്റ്റഡി, അവർ ആ 40 കേസ് എടുത്തതും ഓരോ കേസും എടുത്ത ടൈം വച്ച് ആ ഒരു പ്രോഗ്രസ് ചാർട്ടൊക്കെ ഉണ്ട്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് ആ പേഷ്യൻറ്റിനും അതുപോലെ തന്നെ കുഞ്ഞിനും ഒരു ഫോൾട്ട് വരാത്ത രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കംപ്ലീറ്റ് ട്രെയിനിങ്ങും കൊടുക്കും. ഒരു ഡോക്ടർ അടുത്ത് നിൽക്കാതെ തന്നെ ഒരു ഡെലിവറി എങ്ങനെ ഒരു നേഴ്സ് കൈകാര്യം ചെയ്യാമെന്ന് അവരെ പഠിപ്പിക്കും. ആ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിപ്പിക്കും. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും എപ്പോഴും ഒരു ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നത്. എന്നാലും അവരെ എല്ലാ കാര്യങ്ങളും, ഒരു എപ്പിസിയോട്ടമി ഇടുന്നത് വരെ ഒരു നേഴ്സിനറിയാം. അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഒരു ലേബർ റൂം ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരു നേഴ്സിംഗ് അസിസ്റ്റൻറ്റും ഉണ്ടെങ്കിൽ ഒരു ഡെലിവറി സമയത്ത് ഒരു പേഷ്യൻറ്റിനെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു ബ്ലീഡിങ് ഉണ്ടായാലും അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും, അത് പെട്ടെന്ന് ഡോക്ടറെ എങ്ങനെ, അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് പെട്ടെന്നൊരു എമർജൻസി അവർക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, എന്ത് ചെയ്താൽ ആ ബ്ലീഡിങ് ഒന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഡോക്ടർ എത്തുന്നതിന് മുമ്പ് അവരുടെ BP എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതെല്ലാം ഒരു നേഴ്സിന് കംപ്ലീറ്റ് പഠിച്ച് തറവാക്കിയിട്ട് മാത്രമേ ഒരു ലേബർ റൂമിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ. മാഡത്തിനൊരു സുദീർഘമായ ഒരു 40 വർഷത്തോളം സർവീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 40 വർഷം സർവീസിൻ്റെ ആ തുടക്കകാലങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ ഈ 2025 കാലഘട്ടത്തിൽ നമ്മളുള്ള ആ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെയും അതുപോലെ നേഴ്സ് മേഖലയുടെ ആ ഒരു വ്യത്യാസം മാഡത്തിന് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കാൻ വന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ഇല്ലാതെയാണ് ഞാൻ പഠിച്ചത് നേഴ്സിംഗ്. ഇന്ന് പക്ഷേ എൻ്റെ വീട്ടിലൊരു ലൈബ്രറി നിറച്ച് നേഴ്സിങ്ങിൻ്റെ മാത്രം പുസ്തകങ്ങളുണ്ട്. അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നത് ടെക്സ്റ്റ് പോലും ഇല്ലാതാണ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ പഠിച്ചെങ്കിലും ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചാൽ ഞാൻ പാസ്സായത് ഓരോ വർഷവും. ആ കാലമല്ല ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് നല്ല സുലഭമായിട്ട് എല്ലാ ടെക്സ്റ്റുകളും ഉണ്ട്. അവർക്ക് ടെക്സ്റ്റ് നോട്ടിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നോട്ട് എഴുതി വെച്ചാണ് പഠിച്ചത്. ടീച്ചർ ക്ലാസ് എടുക്കുമ്പം ആ നോട്ട് ഞങ്ങളിങ്ങനെ എഴുതി വെച്ചാണ് പഠിച്ചത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്കിന്ന് എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റുകളുണ്ട്, നല്ലതായിട്ട് അവൈലബിളാണ്. അതുപോലെ തന്നെ അവരുടെ ക്ലാസ് റൂം സൗകര്യങ്ങൾ എല്ലാവർക്കും നല്ല സ്മാർട്ട് ക്ലാസ് റൂമുണ്ട്. പിന്നെ അവർക്ക് പഠിക്കാനായിട്ട് ക്ലിനിക്കൽ ആയിട്ടുള്ള ലാബുകളുണ്ട്. എല്ലാവർക്കും ഏത് രീതിയിലും ഇപ്പോൾ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നെങ്കിലും അതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബെഡ് മേക്കിംഗ് ആണ് ആദ്യം പഠിപ്പിക്കുന്ന പ്രൊസീജിയർ ഫൗണ്ടേഷനിൽ. ഒരു കുട്ടി ആദ്യമായിട്ട് നഴ്സിംഗ് പഠിക്കാൻ വരുമ്പം ആദ്യം പഠിക്കുന്ന ബെഡ് മേക്കിംഗ് ആണ്. ഒരു പേഷ്യൻ്റ് വന്നാൽ അവർക്കൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബെഡ് എങ്ങനെ ഇട്ട് കൊടുക്കാം എന്നാണ് ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ബെഡ് മേക്കിംഗ് തുടങ്ങി ഒരു ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നത് വരെ കുട്ടിക്ക് ലാബിൽ പഠിക്കാം. ലാബിൽ പഠിച്ചിട്ട് അവർക്ക് വാർഡിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്ന് അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നവർക്ക് PSC കോച്ചിങ് വരെ ഉണ്ട്. പക്ഷേ ഇതെല്ലാ സൗകര്യങ്ങളും ആ വ്യത്യാസം ഇന്നുണ്ട്. പിന്നെ അവർക്ക് ഇന്ന് എന്ത് നോക്കണമെങ്കിലും യൂട്യൂബ് ഉണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് ഒരു സംശയം ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു കുഞ്ഞ് ഡിക്ഷണറി ഉണ്ട്, നേഴ്സസ് ഡയറി ഡിക്ഷണറി. ആ ഡിക്ഷണറിയിലാണ് ഞങ്ങൾ ഓരോ വേർഡ് നോക്കാൻ. അപ്പോൾ മെഡിക്കൽ ടേംസ് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ഓർത്തിരിക്കാനായിട്ട് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നെ പഠിച്ചു വരുമ്പോൾ അതങ്ങ് ഇതാവും. ഒത്തിരി മെഡിക്കൽ ടേംസ് ഉണ്ട്. സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അല്ല മെഡിക്കൽ ടേംസ്. അപ്പോൾ ആ ടേംസൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് എളുപ്പം ഏത് പ്രൊസീജിയറും, നമുക്ക് ഒത്തിരി പ്രൊസീജിയറുണ്ട്. ഒരു പ്രൊസീജിയറിന് തന്നെ 2 വലിയ പുസ്തകങ്ങളുണ്ട്. അപ്പം നഴ്സിംഗ് പ്രൊസീജിയേഴ്സ്, ഈ പ്രൊസീജിയറൊക്കെ ഇന്ന് അവർക്ക് ലൈവായിട്ട് വേണമെങ്കിലും കാണാം. യൂട്യൂബിൽ അടിച്ചാൽ മതി, എല്ലാ പ്രൊസീജിയറും അവർക്ക് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഞങ്ങളതൊക്കെ വളരെ ബുദ്ധിമുട്ടി തനിയേ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത്, ഞാനെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾ അന്നൊക്കെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നവരുണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ പോയത്. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നവർക്ക് അനാട്ടമി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അനാട്ടമി ഫിസിയോളജി അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ എൻ്റെ നൈറ്റിൽ എൻ്റെ അടുത്തിരുത്തി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ അനാട്ടമി. പക്ഷേ ഇന്ന് അങ്ങനെ വേണ്ട. ഇന്ന് സ്വയം അവർക്ക് യൂട്യൂബ് നോക്കി
ഈ അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും എന്ത് സബ്ജക്റ്റ് ആയാലും ഏത് പ്രാക്ടിക്കലും ഏത് തിയറിയും യൂട്യൂബിൽ നിന്ന് തന്നെ അവർക്ക് പഠിക്കാം. ക്ലാസ് റൂമിൽ കിട്ടണതുപോലത്തെ ക്ലാസ് അവർക്ക് അവിടെ നിന്ന് കിട്ടും. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കും പഴയ കാലവും തമ്മിൽ വ്യത്യാസം. അതുപോലെ തന്നെ വാർഡിൽ പോകുമ്പോഴും നല്ല വാർഡാണ്. അന്നൊക്കെ വൃത്തിയില്ല. അന്നത്തെ മെഡിക്കൽ കോളേജൊന്നും പറയണ്ടല്ലോ. മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലൊക്കെ ഇതുപോലുള്ളൊരു വൃത്തിയില്ല. ഇന്നാണെങ്കിൽ ടൈൽസും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും. അന്നൊരു തെർമോമീറ്റർ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകണം പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ എടുക്കണമെങ്കിൽ. ആ ഒരു കാലമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡിജിറ്റൽ തെർമോമീറ്ററും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള BP അപ്പാരറ്റസും എല്ലാ സൗകര്യങ്ങളും ഇന്നുള്ള കുട്ടികൾക്കുണ്ട്. ഇന്ന് എല്ലാ സൗകര്യം കൂടിപ്പോയതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടോ എന്നൊരു സംശയം. സാമൂഹ്യ പാഠത്തിൽ നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തുടരും. സമകാലികം ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ വാർത്താധിഷ്ഠിത പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. പുനഃസംപ്രേഷണം രാത്രി 12-നും അടുത്ത ദിവസം രാവിലെ 9-നും. തത്സമയം യൂട്യൂബിലും കാണാം. സമകാലികം. സാമൂഹ്യ പാഠം തുടരുന്നു. നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്നാണ് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൻ്റെ വിഷയം. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കുട്ടികളുടെ കാര്യമാണ്. ഇപ്പം നമ്മൾ നേഴ്സുമാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും പഴയ കാലഘട്ടവും ഒത്തിരി വ്യത്യാസമുണ്ട്. അഡ്വാൻസ് ആയിട്ട് പുതിയ കോഴ്സുകളും അവർക്കും ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. അപ്പം ഈ നേഴ്സുമാർക്ക് ഇപ്പോൾ നൽകി വരുന്ന ട്രെയിനിങ്ങുകൾ എന്തൊക്കെയാണ്? ട്രെയിനിങ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. RCH ട്രെയിനിങ് ആയിട്ടും FRU ട്രെയിനിങ് ആയിട്ടും കമ്പ്യൂട്ടർ ട്രെയിനിങ് ആയിട്ടും. അവർക്ക് ഇന്ന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നേരത്തെ കമ്പ്യൂട്ടർ ഇല്ലായിരുന്നുകൊണ്ട് നമുക്ക് ഒന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. പുസ്തകങ്ങളിലായിരുന്നു, രജിസ്റ്ററുകളിലായിരുന്നു എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ രജിസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രജിസ്റ്ററും വേണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറും വേണം. കമ്പ്യൂട്ടറിലാണ് എല്ലാ കാര്യങ്ങളും ഓരോ പേഷ്യൻ്റെ ഹിസ്റ്ററിയും രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഫയലിംഗ് ഉണ്ട്, നമുക്കിപ്പം ടെലിമെഡിസിനായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് വരുമ്പം തന്നെ അവരെ OP ടിക്കറ്റിൽ വരുന്ന ആ പേര് നേരെ തന്നെ DHSൻ്റെ സൈറ്റിലോട്ട് അതങ്ങ് അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ ഒരു പേഷ്യന് സഞ്ജീവനി അതെ. അപ്പോൾ അവർക്ക് ഏത് ഡിസ്ട്രിക്റ്റിൽ പോയാലും അവരുടെ പേരവിടെ കാണും. അവരുടെ OP നമ്പർ അടിച്ചാൽ മതി. അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഇന്ന് നടപ്പാകുന്നുണ്ട്. അതുപോലെ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം ആ മേഖലയിൽ ജോലി ചെയ്യാത്ത ചിലവരെങ്കിലും ഉണ്ടാവും, ഈ മെഡിക്കൽ റെപ്പായിട്ടും അങ്ങനെയൊക്കെയുള്ള. അപ്പം നേഴ്സിംഗ് മേഖലയിൽ ഇതെങ്ങനെ അവർക്ക് മറ്റൊരു മേഖലയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും? നേഴ്സിംഗ് പഠിച്ച ഒരാളിന് ഏത് ഫീൽഡിൽ പോയാലും ജീവിക്കാനും വർക്ക് ചെയ്യാനും കഴിയും. അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങാണ് നേഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്. അവർക്ക് പഠിച്ചിട്ട് ഇഷ്ടം, അവർക്ക് അതിനോട്ട് ചില കുട്ടികൾ, ഒത്തിരി പിള്ളേർ അത് അങ്ങനെ പോയായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ച കുട്ടിയെ തന്നെ ഇന്ന് ഫാർമസി ജോലി ചെയ്യുന്ന 2 പേരുണ്ട്. പലരും പിന്നെ മെഡിക്കൽ റെപ്പായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ വിദേശത്ത് പോയിട്ട് ബിസിനസ് ചെയ്യണവരുമുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്ന 2 പേരെ. ഈ ഫീൽഡിൽ നിന്ന് പോയിട്ട് പിന്നീട് പിന്നെ ബ്യൂട്ടീഷ്യനായവരെ എനിക്കറിയാം. വിജിയുടെ ബ്യൂട്ടി പാർലർ നിൽക്കുന്ന നഴ്സുമാരും ഉണ്ട്. അങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന നഴ്സുമാരുണ്ട്. അതിൽ വിദേശത്ത് പോയിട്ട് തന്നെ ജോലി മാറി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലർക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടാവും അവരങ്ങനെ പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സാലറിയും കുറച്ച് നൈറ്റ് ഷിഫ്റ്റ് എടുക്കാനുള്ള മടിയും. ഈ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം അതൊരു 1.5 ഷിഫ്റ്റാണ്. അതെടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറക്കമൊഴിയുക എന്ന് പറയുമ്പം എല്ലാവർക്കും അതൊരു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ തിരിയുന്നൊരു പ്രശ്നമാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പതുക്കെ ഇത് കഴിയുമ്പം അവർ ഈ പകൽ ചെയ്യാൻ പറ്റിയ പണിയിലോട്ട് മാറും. അത് നമുക്ക് കുട്ടികളെ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ചിലർക്ക് ഇച്ചിരി അതൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അത് അവരുടെ കുറ്റമായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഉറക്കം ഒഴിയുമ്പം നമ്മുടെ എങ്ങനെയായാലും നമുക്ക് ബ്രെയിനിന് പ്രശ്നം വരും. ഉറക്കം ഒഴിയുമ്പോൾ അത് അപ്പോൾ അങ്ങനെ പലരും ജോലി മാറി നിൽക്കുന്നത് ഒത്തിരി പേരറിയാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നേഴ്സുമാർ ചിലരെങ്കിലും ലീവ് എടുത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് കിട്ടിയ ആ സ്കില്ല് നമ്മുടെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എത്രമാത്രം സാധിക്കുന്നുണ്ട്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ ആഗ്രഹിച്ചൊരു ക്വസ്റ്റ്യനാണ്. കാരണം നഴ്സുമാർക്കായിട്ട് ഇവിടെ ഒരു കുറവുണ്ട്. ഒരു കുറവല്ല, ഒത്തിരി കുറവുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവെന്ന് പറയുന്നത്
നമുക്ക് നഴ്സുമാർക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. അങ്ങനെ ഒരു നഴ്സിംഗ് യൂണിവേഴ്സിറ്റി വരണം. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ നഴ്സുമാരുടെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ അവിടെ സംസാരിക്കാനും അവർക്കൊരു വേദിയും കിട്ടും. അവർക്ക് ഉള്ള പ്രാധാന്യം മനസ്സിലാക്കാനും ഈ സമൂഹത്തോടത് പറയാനും അത് മറ്റ് അംഗീകരിക്കേണ്ട സ്ഥലങ്ങളിൽ അംഗീകരിപ്പിക്കാനും അത് കുറച്ച് അവിടുത്തെ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കാനും കഴിയും. അപ്പോൾ അങ്ങനൊരു യൂണിവേഴ്സിറ്റി നമുക്ക് വരണം. അതുപോലെ മാഡം ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഇപ്പം അഡ്വാൻസ് ആയിട്ട് ഇപ്പം കാത്ത് ലാബ് അങ്ങനെയുള്ള പുതിയ COPD അങ്ങനെയുള്ള പുതിയ ട്രെയിനിങ്ങുകൾ, ശ്വാസ് ക്ലിനിക്കുകളൊക്കെ വരുമ്പോൾ ഈ ചില നേഴ്സുമാർക്കെങ്കിലും ട്രെയിനിങ് നമുക്കത് കിട്ടാതെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കുള്ള എന്തൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും നമുക്ക്? നഴ്സുമാർക്ക് NHM വഴി ട്രെയിനിങ് ഒത്തിരി കൊടുക്കുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അതിപ്പം ഈ ഡ്യൂട്ടിക്കിടയിൽ അത്രയുമുള്ള സ്റ്റാഫില്ല. കാരണം 1961 സ്റ്റാഫ് പാറ്റേൺ ആണ് നടന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വാർഡിൽ തന്നെ 3 നഴ്സുമാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഷിഫ്റ്റിൽ അവരെ വെച്ച് തന്നെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും ഒരാൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാഡം ഈ നേഴ്സിംഗ് ഫീൽഡിൽ നിന്നാണ് മാഡം നേഴ്സിംഗ് ട്യൂട്ടോറിയൽ അതിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? അന്നത്തെ കാലത്തെ മനോഭാവമല്ല ഇന്നത്തെ. അപ്പോൾ അത് തമ്മിലുള്ള ആ വ്യത്യാസം എന്താണ് ഫീൽ ചെയ്യുന്നത്? നേഴ്സും നേഴ്സിംഗ് ട്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. കാരണം നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യരുടെയും ഒരുപാട് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവസ്ഥകൾ കാണണം. കണ്ട് അവരോട് ചിരിച്ചുകൊണ്ട് നമ്മൾ സിമ്പതറ്റിക്കായിട്ട് പെരുമാറണം. ഒരു പേഷ്യൻറ്റിനോട് പോലും ഇന്ന് വരെയും ദേഷ്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. അതുപോലെ ഒരു നഴ്സിനും ഉണ്ടാവില്ല. നമ്മളത് എത്ര നമ്മൾ മാനസിക വിഷമങ്ങളിൽ ജോലി ചെയ്താലും എത്ര ഉറക്കമൊഴിഞ്ഞാലും ഏത് രാത്രി 3 മണിയായാലും 4 മണിയായാലും ഒരു പേഷ്യൻ്റ് വിളിച്ചാൽ നമ്മളവരെ നോക്കും. നമുക്കതിനുള്ള ആ ഒരു മാനസികാവസ്ഥയാണ്. നമ്മളൊരിക്കലും ഒരു പേഷ്യൻറ്റിനെയും വിഷമിപ്പിക്കില്ല, അവരോട് ദേഷ്യപ്പെടുകയും ഇല്ല. ഏത് സമയം നമ്മളെ വന്ന് വിളിച്ചാലും 24 ഹവറും നമ്മളതിന് ബാധ്യസ്ഥരാണ്. അവരെ പേഷ്യൻറ്റിനെ നോക്കണം. പേഷ്യൻറ്റിനെ നോക്കി അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രമേ ഒരു കസേരയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. മിക്കവാറും ഒരു നഴ്സും കസേരയിൽ ഇരിക്കാറില്ല. ഓടി നടന്നുള്ള ജോലിയാണ്. ആ ഇരുന്നുള്ള പ്രാക്ടീസ് നഴ്സുമാർക്കില്ല. അവർ ഓടി നടന്നുള്ള ഒരു പ്രാക്ടീസേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു നഴ്സിംഗ് ട്യൂട്ടറാകുമ്പം നമുക്ക് അവരെ തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കണം. അത് കുട്ടികളെ, പ്രത്യേകിച്ചും ഈ ടീനേജിലുള്ള കുട്ടികളാണ്. ടീനേജിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ടീനേജ് എന്ന് പറയുമ്പം മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുള്ളൊരു ഏജാണ്. അവർ പലപ്പോഴും പല കുട്ടികളും ഈ അസൈൻമെൻറ്റ്സ് ഒന്നും സമയത്ത് വയ്ക്കാൻ മടിക്കും. ആ അസൈൻമെൻറ്റ് കൊടുക്കുമ്പം അവർ പലരും വേറെ ആരെങ്കിലും വിട്ടൊക്കെ എഴുതിക്കും. അങ്ങനെയൊക്കെയുള്ള ചെറിയ നമ്പറുകളൊക്കെ കാണിക്കും ചില കുട്ടികൾ. പിന്നെ അതിനകത്ത് തന്നെ ഒത്തിരി പടം വരയ്ക്കാൻ കാണും. അതിനകത്ത് ഈ തിയറിയും പ്രാക്ടിക്കലും മാനേജ് ചെയ്ത് ഒരുമിച്ച് അതിനൊരു ബാലൻസിൽ കൊണ്ടുപോകണം. ആ ബാലൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് പാസ്സാവാൻ പറ്റില്ല. രണ്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് മാത്രം കൊണ്ട് നഴ്സിംഗ് പാസ്സായി പോകാൻ പറ്റില്ല. പ്രാക്ടിക്കലും തിയറിയും ഒരേപോലെ അവർ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് നല്ല വർക്ക് ചെയ്യണം. ശരിക്കും ഒത്തിരി സമയം ഇരുന്ന് അവരത് പഠിച്ചാലേ പാസ്സാവാൻ പറ്റുള്ളൂ. അത്ര എളുപ്പമൊന്നും നഴ്സിംഗ് പാസ്സാവാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലെ വിഷയം നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്നുള്ളതായിരുന്നു. കോവിഡ്, നിപ്പ തുടങ്ങിയ മഹാമാരികൾ നമ്മുടെ ലോകത്തെത്തിയപ്പോൾ നേഴ്സുമാരുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് കടന്നുപോയത്. ആതുര സേവനത്തിൻ്റെ നട്ടെല്ലാണ് നേഴ്സുമാർ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഭൂമിയിലെ മാലാഖമാരായിട്ട് നമുക്ക് നേഴ്സുമാരെ കണക്കാക്കാം. സാമൂഹ്യ പാഠത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വിഷയമായി അടുത്ത സാമൂഹ്യ പാഠത്തിൽ കാണാം. നന്ദി, നമസ്കാരം.